വിശ്വാമിസിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മാതാവിൻ്റെ ആത്മീയ മക്കളായി അമ്മയുടെ സവിധത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്നേഹിച്ച് ഹൃദയത്തിൽ സന്തോഷം നിറച്ച് അനുദിന ജീവിതത്തിലേക്ക് വിശ്വാസ അനുഭവത്തോടുകൂടി മുന്നേറുവാനും അപ്രകാരം ദൈവ മക്കളുടെ ചൈതന്യത്തിൽ സാക്ഷ്യം നൽകുവാനും നാം ഈ ദേവാലയത്തിനുള്ളിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് അമ്മ സ്വന്തമാക്കിയ പരിശുദ്ധാത്മാവിനെ നമ്മിൽ പ്രോജ്വലിക്കപ്പെടുവാനിടയാകാൻ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ശ്രീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. എഫേസോസുകാർക്ക് എഴുതിയപ്പോ അപ്പസ്തോലനായ പൗലോസ് സഭയോട് ഇപ്രകാരം ആവശ്യപ്പെട്ടു: ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് ദൈവവചനം ലഭിപ്പാനും ധീരതയോടെ അത് പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മക്കളെ, ബലഹീനനും അയോഗ്യനുമായ എന്നിലൂടെ നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തൊടുവാൻ തക്ക വിധം അവിടുന്ന് നിങ്ങളോട് സംസാരിക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കണമേ. അമ്മയെ പരിശുദ്ധ മാതാവേ, അമ്മയെ ഓരോ വട്ടം ഞങ്ങൾ വിളിക്കും തോറും അമ്മയോടുള്ള അടുപ്പം വർദ്ധിക്കുകയാണ്. അമ്മയെ അമ്മയെ എന്ന് എത്ര വിളി കേട്ടാലും മതി വരാത്ത ഒരു ഹൃദയമാണ് മാതൃഹൃദയം. അമ്മയെ നമുക്ക് വിളിച്ച് അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അമ്മയുടെ സഹായത്തിനായി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ കരുതുകയാണ്. ഒരുപക്ഷെ സുഖകരമായ ഒരു ജീവിത സാഹചര്യമല്ലെങ്കിലും ഹൃദയത്തിൽ സന്തോഷമുണ്ട് എന്ന് വിശ്വസിക്കട്ടെ. കാരണം നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. അഥവാ വിശ്വാസം വഴി പ്രത്യാശയോടെ നമ്മൾ സധൈര്യം മുന്നേറുവാനിടയാകുന്നു എന്നതാണ് നമ്മുടെ ഹൃദയ ആനന്ദത്തിൻ്റെ അടിസ്ഥാന കാരണം. ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ ഏതാണ്ട് സമാപന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തിരുസഭാ മാതാവ് ഉറപ്പിച്ച് കുറിച്ചു വെക്കാൻ കൊതിക്കുന്ന ഒരു വാക്കുണ്ടെങ്കിൽ അത് പ്രത്യാശയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് വായിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ അനുസ്മരിപ്പിച്ചു: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈ പ്രത്യാശയ്ക്ക് ഒരു കാരണമുണ്ട്. ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ ഉറപ്പ് നൽകുവാൻ കടന്നു വന്നിരിക്കുന്നു. നമ്മളുടെ പ്രത്യാശയ്ക്ക് ഉറപ്പ് നൽകുന്നത് ഈ വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായ രക്ഷകനായ ഈശോ. നോഹയോട് ദൈവം ഉടമ്പടി ചെയ്തു, അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം ചെയ്തു. അങ്ങനെ പഴയ നിയമ ജനത
ദൈവസന്നിധിയിൽ നിന്നും സ്വീകരിച്ച ഉടമ്പടിയുടെ പൂർത്തീകരണമായി രക്ഷകനായ ക്രിസ്തു എന്ന വ്യക്തി നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒരു സ്വാധീനം ചെലുത്തുന്ന അനുഭവമായി കടന്നു വരുമ്പോൾ നമുക്കുണ്ടാവും ധൈര്യം. കർത്താവിന്റെ സ്ത്രീഹന്മാർ ഈ ധൈര്യം സ്വന്തമാക്കിയത് കൊണ്ടാണ് അവർക്ക് മരണഭീതി ഇല്ലാതിരുന്നതും തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇതാണ് സത്യവിശ്വാസമെന്നും സത്യമാർഗമെന്നും ഏറ്റുപറയാനിടയാക്കിയതും. അവരുടെ ഉള്ളിൽ നിറഞ്ഞിരുന്ന ചൈതന്യം എന്തായിരുന്നുവെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ ലോകത്തിലെ പ്രതീക്ഷകളല്ല, പിന്നെയോ വാഗ്ദാനങ്ങളെ വിശ്വസ്തനായ ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദൈവത്തിന്റെ ഉടമ്പടിയിലുള്ള പ്രത്യാശയായിരുന്നു. പ്രിയരെ, ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ തിരുസഭാ മാതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നമ്മളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, പരിശുദ്ധ കന്യകാ മാതാവാണ്. ഈ കന്യകാ മാതാവ് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രമായി കടന്നു വരാൻ ഇന്ന് ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഏതാനും വാക്യങ്ങളാണ്. ശ്രദ്ധയോടെ ഭക്തിയോടെ നമുക്ക് ദൈവവചനം ശ്രവിക്കാം. 3-ാം ദിവസം ഗലീലിയായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും ചെയ്യുവൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, അവസാനം പറഞ്ഞ വാക്യമാവട്ടെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ തങ്ങി നിൽക്കുക. അവൻ എന്ത് പറഞ്ഞാലും അത് നിർവഹിക്കുവൻ. അവൻ പറയുന്നത് എന്തായാലും ചെയ്യുവൻ. ആവർത്തിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ഒരു തിരുവചന സന്ദേശമാണ് ഇത്. അവൻ പറയുന്നത് എന്തായാലും ചെയ്യുവൻ. പ്രിയരെ, നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു ചൈതന്യമായി കടന്നു വരാൻ ഈ തിരുവചനം നമ്മെ സഹായിക്കും. ആ തിരുവചനം മനസ്സുകൊണ്ട് നമുക്ക് ആവർത്തിക്കാം. ഈശോ പറയുന്നത് എന്തായാലും ഞാൻ ചെയ്യും. ദൈവം പറയുന്നത് എന്തായാലും അത് നിർവഹിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അഭിഷേകത്തിന് അവസരമാകും എന്ന് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച ഒരു സാധു പെൺകുട്ടിയാണ് ഇന്ന് നമ്മോട് ഇത് ആവർത്തിച്ച് പറയുക എന്ന് മറക്കരുത്. അവൾ പറയുന്നു, മറിയം പറയുന്നു, അവൻ പറയുന്നത് ദൈവവചനമാണ്, അതെന്തായാലും അത്ഭുതം നിറവേറ്റും. അടിയുറച്ച് വിശ്വസിച്ച് ഹൃദയത്തിലേക്ക് അതങ്ങ് സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ. ദൈവവചനത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പാൻ ഈ ദിവസം പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. അമ്മയുടെ അമരോത്ഭവ തിരുനാൾ ആഘോഷിക്കുവാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ ഹൃദയം കൊണ്ട് ഒരുങ്ങുകയാണ്. ഇപ്രകാരം അമരോത്ഭവ തിരുനാളിന് ഒരുങ്ങുന്ന നമ്മൾ ഏറ്റവും സുന്ദരമായ ഒരുക്കം എന്താണ് എന്ന് ചോദിച്ചാൽ, അമ്മ ഒരുങ്ങിയതുപോലെ പരിശുദ്ധ വചനത്തെ ഹൃദയത്തിൽ പേറിക്കൊണ്ട്, ഹൃദയത്തിലേക്ക് പതിപ്പിച്ചുകൊണ്ട്, ഹൃദയത്തിൽ ഒരു അനുഭവമാക്കി മാറ്റിക്കൊണ്ട് ഈ അമരോത്ഭവ തിരുനാളിനായി നമുക്ക് ഒരുങ്ങാം. അതാവട്ടെ അമ്മയ്ക്ക് സമ്മാനിക്കുവാനുള്ള നമ്മുടെ ഏറ്റവും സുന്ദരമായ ഒരു സ്നേഹപ്രകടനത്തിന്റെ കാഴ്ച വസ്തു. അമരോത്ഭവ തിരുനാളിന്റെ മംഗളങ്ങൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുകയും, നമ്മുടെ ഈ ദിവസം തിരുസഭയിലെ എല്ലാ പുരോഹിതരെയും പ്രത്യേകം ഓർക്കുന്ന ദിവസമാണ്. എല്ലാ വൈദികരെയും നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സമ്പൂർണമായും സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാ മാതാവ് നിത്യപുരോഹിതനായ ഈശോയ്ക്ക് പരിലാളനം നൽകി, പരിചരിച്ചു, പരിശീലിപ്പിച്ചു. അങ്ങനെ പരിശുദ്ധിയുള്ള ഒരു ബലി പാപപരിഹാരത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ അവനെ സഹായിച്ചു. പരിശുദ്ധ കന്യകാ മാതാവ് എല്ലാ വൈദികരുടെയും
അമ്മയാണ്. അവളുടെ കരങ്ങളിൽ, അവളുടെ ഹൃദയത്തിൽ ഓരോ പുരോഹിതനും വസിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും സംശയിക്കേണ്ട. അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പുരോഹിതരെയും നമുക്ക് സമർപ്പിക്കാം. ജോൺ മരിയ വിയാനി വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ശരാശരി പുരോഹിതനാകുവാനുള്ള അറിവോ യോഗ്യതകളോ ഒന്നും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം അപ്രകാരം ഒരു പുരോഹിതനായി മാറിയത് ജപമാല കൃത്യമായി അർപ്പിക്കാൻ അറിയാമായിരുന്നു എന്നാണ്. ആ കാരണത്താലാണത്രേ. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഇന്ന് അദ്ദേഹത്തെ എല്ലാ ഇടവക വൈദികരുടെയും മധ്യസ്ഥനാക്കി ഉയർത്തി. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്: ഓരോ പുരോഹിതനും ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹമാണ്. ഈശോയുടെ തിരുഹൃദയത്തെ സമീപിക്കുന്ന അനുഭവമാകണം ഓരോ പുരോഹിതനും നൽകേണ്ടത് എന്ന സന്ദേശം. ഓരോ പുരോഹിതനും തിരുഹൃദയത്തിന്റെ കാരുണ്യത്തിന്റെ ഉറവയായി മാറണം എന്ന് ഒരു ആഹ്വാനം. ഓരോ പുരോഹിതനും ഈശോയുടെ തിരുഹൃദയം പേറി നടക്കുന്ന ഈ ലോകത്തിലെ മൺപാത്രത്തിൽ നിധി സ്വീകരിച്ചവരാണ് എന്ന് സാരം. പ്രിയപ്പെട്ടവരെ, ഓരോ പുരോഹിതനെയും ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. ഓരോ പുരോഹിതനും അഭിഷേകം ചെയ്യപ്പെടുന്നത് അവരുടെ യോഗ്യത കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ കരുണയും കരുതലും കൊണ്ട് മാത്രമാണ്. ദൈവം തെരഞ്ഞെടുക്കുന്നു, ദൈവം വേർതിരിക്കുന്നു, ദൈവമായി ഒരുക്കുന്നു, ദൈവമായി അഭിഷേകം ചെയ്യുന്നു, അവിടുന്ന് നിയോഗിക്കുന്നു. അപ്രകാരം ദൈവത്തിന്റെ പ്രവൃത്തിയായി മാറുന്ന ഓരോ പുരോഹിതന്റെയും അയോഗ്യമായ ജീവിതത്തെ യോഗ്യമാക്കേണ്ടതിനായി പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പുരോഹിതൻ നമ്മെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മാമോദീസായിൽ തുടങ്ങി നമ്മൾ കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നത് വരെ ഒരു പുരോഹിതന്റെ ശുശ്രൂഷ നമ്മൾ സ്വീകരിച്ചവരാണ്. അവരോടുള്ള കടപ്പാട് മനസ്സിൽ കരുതിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ അവരുടെ മാനുഷികമായ പരിമിതികളും പോരായ്മകളും പാപങ്ങളും വീഴ്ചകളും നമ്മെ മനസ്സുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തെ അപ്രകാരം സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, അവരോട് പുറത്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇടയാകുന്നത് നമ്മളുടെ കൃപയ്ക്കും അവരുടെ വിശുദ്ധീകരണത്തിനും ഇടയാകും. പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അഥവാ നമ്മളുടെ മാനുഷികമായ പരിമിതിയും പരാജയവും അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ, അവരുടെ പൗരോഹിത്യ ജീവിതത്തെ അത് സാരമായി ബാധിക്കുവാൻ ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ, അത് നമ്മളുടെ ഏതു തരത്തിലുള്ള സ്നേഹപ്രകടനമാണെങ്കിലും ഏതു തരത്തിലുള്ള വികാരപ്രകടനമാണെങ്കിലും അവരെ തകർത്തിട്ടുണ്ടെങ്കിൽ, തളർത്തിയിട്ടുണ്ടെങ്കിൽ, മാപ്പാകണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരം കൂടിയായി മാറട്ടെ. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതരായി ഇവരൊക്കെയും തിരുസഭയെ പടുത്തുയർത്താനും അവരുടെ സാന്നിധ്യം വഴി തിരുസഭ നയിക്കപ്പെടുവാനും, അങ്ങനെ ഈശോ നൽകിയ പ്രബോധനം വ്യക്തമായും ശക്തമായും നൽകപ്പെടുവാനും അവർ യോഗ്യരാകേണ്ടതിന് പരിശുദ്ധാത്മാവെ അവരിൽ അങ്ങ് ജ്വലിക്കണമേ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി ഈ ദിവസം പ്രാർത്ഥിക്കാം. ഇത് പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആഹ്ലാദകരമായ ഒരു കാര്യമാകുമല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ വൈദികർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദിവസം പരിശുദ്ധ കന്യകാമാതാവിന്റെ കാനായിലെ ആ കുടുംബത്തിലെ സാന്നിധ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ ഒരു വീണ്ടും വിചാരം പോലെ വിചിന്തനം ചെയ്യുക. പുതിയതായ കാര്യങ്ങളൊന്നും തന്നെ ഇന്നിവിടെ ചർച്ചയ്ക്ക് വിഷയമാവില്ല. പക്ഷേ പുതുമയുള്ള ഒരു അനുഭവമായി മാറുവാൻ ഇന്നത്തെ നമ്മളുടെ വിചിന്തനം നമ്മെ സഹായിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ. ഞാനൊരു പരിമിതിയുള്ള മനുഷ്യനാണ്. എൻ്റെ വാക്കുകൾക്കും എൻ്റെ അവതരണത്തിനും മാനുഷികതയുണ്ട്, പരിമിതിയുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏറ്റെടുത്തു കഴിയുമ്പോൾ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് ഹൃദ്യമാകും. പത്രോസ് അപ്പസ്തോലൻ തന്റെ കന്നിപ്രസംഗത്തിൽ എത്രയോ ഭാഷയിലാണ് അത് സ്വീകരിക്കപ്പെട്ടത്. ഏതൊക്കെ ജാതിക്കാർക്ക്, ഏതൊക്കെ ദേശക്കാർക്ക് അത് കൃത്യമായ ഒരു അനുഭവമായി മാറി എങ്കിൽ അദ്ദേഹത്തിന് ഒരു ഭാഷയേ ഉണ്ടായിരുന്നുള്ളൂ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിച്ചത്. ഞാൻ ഓർക്കുന്നു, കുറച്ചു കാലം ജയിൽ സേവനത്തിലായിരുന്നു ഞാൻ. പൊന്നാനി ജയിലില് തടവുപള്ളികളോട് സംസാരിക്കുകയായിരുന്നു. കർത്താവിന്റെ കരുണയെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്രകാരം
സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാതെ അവരുടെ കഴുച്ചൊടിയുമോ എന്ന് സംശയം കൊണ്ട് ഞാൻ മുട്ടുകുത്തി നിന്നുകൊണ്ട് സംസാരിച്ചു. സ്വാഭാവികമായി ഞാനത് ചെയ്തതേ ഉള്ളൂ, മനഃപൂർവ്വം ഒരുങ്ങി ചെയ്തതല്ല. അപ്പോൾ തോന്നി അതങ്ങ് ചെയ്തു. അങ്ങനെ 20 മിനിറ്റ് മുട്ടുകുത്തി സംസാരിച്ചു കഴിഞ്ഞു. എല്ലാവരുമൊക്കെ എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു. പക്ഷെ അതിൽ ഒരു മധ്യവയസ്കൻ ഓടി വന്നിട്ട് കണ്ണു നിറഞ്ഞ് എന്റെ കൈയെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛനെന്തിനാ ഞങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിയേ? അപ്പോഴാണ് ഞാൻ മുട്ടുകുത്തിയിരുന്നല്ലോ എന്നുള്ള ചിന്ത പോലും എന്റെ മനസ്സിൽ വന്നത്. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ മുട്ടുകുത്തിയപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ഈശോ വന്ന് അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നിയത്രേ. ഞാൻ സംസാരിച്ച കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിഞ്ഞില്ല. പിന്നെയോ ആ ഒരു നിലപാട്, ആ ഒരു പ്രവൃത്തി എങ്ങനെയോ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. പ്രിയപ്പെട്ടവരെ, കേൾക്കുന്ന വചനത്തെക്കാൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മുടെ ഹൃദയങ്ങളെ ഏറ്റെടുക്കുക, തദനുസരിച്ച് നമ്മളുടെ ദൈവാനുഭവം. പരിശുദ്ധ കന്യകാ മാതാവ് നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയരെ, ദൈവാനുഭവത്തിന്റെ സാധ്യത വർദ്ധിക്കുകയാണ്. കാരണം കന്യകയായവൾ, പരിശുദ്ധിയായവൾ, സമ്പൂർണ്ണ സമർപ്പിതയായവൾ, ദൈവസന്നിധിയിൽ പ്രീതികരമായ ജീവിതം നയിച്ചവൾ അഥവാ കൃപ നിറഞ്ഞവൾ, ദൈവസന്നിധിയിൽ എന്തു പറഞ്ഞാലും അത് സ്വീകാര്യമാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വീഞ്ഞുണ്ടാക്കി കൊടുക്കണമെന്ന് ഒരു ധ്വനി അതിനുണ്ടാവാം. പക്ഷെ വീഞ്ഞില്ല എന്ന് മാത്രം പറയുമ്പോൾ അമ്മയുടെ പ്രാർത്ഥനയുടെ സ്വാധീനം എത്ര വലുതാ, അമ്മയുടെ മാധ്യസ്ഥത്തിന് എത്രമാത്രം സ്വാധീനമാ. വീഞ്ഞില്ല എന്ന് മാത്രം പറയുന്ന അമ്മ ദൈവഹിതം പോലെ ആവട്ടെ എല്ലാം എന്ന് സമർപ്പിക്കുന്നതിന്റെ അടയാളമായിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ കുറവുകളെ, നമ്മുടെ കുടുംബത്തിന്റെ ഇല്ലായ്മകളെ, നമ്മുടെ സമൂഹത്തിന്റെ പോരായ്മകളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ അഥവാ അമ്മയുടെ കണ്ണുകളിൽ ശ്രദ്ധിക്കപ്പെട്ടാൽ അമ്മയുടെ ഹൃദയം കൊണ്ടത് ഏറ്റെടുക്കും. അമ്മ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി ഒരു മാധ്യസ്ഥയായി സംസാരിച്ചിരിക്കും. ആകയാൽ പരിശുദ്ധ കന്യകാ മാതാവിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് തുറന്നു വെക്കാം. അമ്മയുടെ ഈ പ്രവൃത്തി ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയമാകുമ്പോൾ, നമ്മുടെ ശ്രദ്ധാവിഷയമാകുമ്പോൾ, അമ്മ പ്രകടിപ്പിച്ച ആ ഒരു കരുതൽ, സ്നേഹം, അമ്മയുടെ ആ ഒരു നിലപാടും പ്രവൃത്തിയും അത് വെറും ഒരു മാനുഷികമായ മനോഭാവത്തിന്റെ പ്രവൃത്തി ആയിരുന്നില്ല. നമുക്കെല്ലാവർക്കുമുണ്ട് കരുതലും കരുണയും സഹാനുഭൂതിയും സ്നേഹവും ദയയും ആർദ്രതയും എല്ലാം. അത് വളരെ മാനുഷികമായി നമ്മൾക്ക് നമ്മുടെ മക്കളോടോ, നമ്മുടെ ജീവിത പങ്കാളിയോടോ, നമ്മുടെ മാതാപിതാക്കളോടോ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോടോ, അതുമല്ലെങ്കിൽ നമ്മൾക്ക് സഹാനുഭൂതി തോന്നാൻ തക്ക വിധത്തിൽ ബാഹ്യമായോ അല്ലാതെയോ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നവരോട് സ്വാഭാവികമായി തോന്നുന്ന ഒരു വികാരമാണ്. എന്നാൽ ഇന്ന് നമ്മൾ വിഷയമാക്കുന്ന പരിശുദ്ധ കന്യകാ മാതാവിന്റെ അതേ നിലപാടിൽ മറ്റൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. പരിശുദ്ധ അമ്മയിലൂടെ ലോകത്തിന്റെ രക്ഷകൻ ഈ ഭൂമിയിൽ അവതരിപ്പിക്കപ്പെട്ടുവെങ്കിൽ, ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ മറിയം ഇടയാക്കിയെങ്കിൽ, അതിന്റെ പിന്നിൽ ദൈവത്തിന് സുന്ദരമായ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷയുടെ പൂർത്തീകരണമാണ്. ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധി പ്രാപിപ്പാൻ പാപികളായ നമ്മൾ യോഗ്യരാകേണ്ടതിന് ദൈവം തന്നെ പദ്ധതി ഒരുക്കുകയാണ്. ആ ദൈവത്തിന്റെ പദ്ധതിയുടെ പേരാണ് കരുണ. ദൈവം കരുണ വർഷിച്ചില്ലായിരുന്നുവെങ്കിൽ, ദൈവം കരുണയല്ലായിരുന്നുവെങ്കിൽ ഈ പരമപരിശുദ്ധി എങ്ങനെ പ്രാപിക്കുമായിരുന്നു? ദൈവം കരുണയായി മാറിയത് എന്നെ നിങ്ങളെ വിശുദ്ധീകരിക്കുവാൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ കരുണയുടെ പദ്ധതി ലോകത്തിൽ ആവിഷ്കരിക്കാൻ, ഈ പ്രപഞ്ചത്തിൽ ആവിഷ്കരിക്കുവാൻ ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കരുണയുടെ സ്വഭാവം എന്താണ് എന്ന് ഒന്ന് ചിന്തിച്ചിട്ട് വേണം മറിയത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹെബ്രായ ഭാഷയിൽ ഹസത്ത് എന്ന ഒരു പദമാണ് ഈ കരുണ എന്ന പദത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുക. അതിന് ദയ എന്നാണ് അർത്ഥം. ആർദ്രതയുള്ള, ദയയുള്ള ദൈവത്തിന്റെ സ്നേഹത്തെയാണ് ഹെസത്ത് എന്ന പദം കൊണ്ട് വിവക്ഷിക്കുക അഥവാ അർത്ഥമാക്കുക. ദൈവം ദയയുള്ളവനാണ്.
ദൈവം ആയിരുന്നില്ലെങ്കിൽ മനുഷ്യന് ദൈവത്തെ സമീപിക്കുവാനായുമായിരുന്നില്ല എന്നതാണ് സത്യം. അങ്ങനെയെങ്കിൽ ദൈവം തമ്പുരാൻ തന്റെ ഹൃദയത്തെ തുറന്ന് തന്റെ ജീവിതം മനുഷ്യ മക്കളായി നമുക്ക് വേണ്ടി പങ്കുവെക്കുവാൻ കരുണാർദ്രമായ ഒരു ഹൃദയത്തോടുകൂടി കടന്നു വരാൻ പലവട്ടം ശ്രമിക്കുകയാണ്. പഴയ നിയമ ജനതയെ സംബന്ധിച്ചിടത്തോളം അഥവാ ക്രിസ്തു വരുന്നത് വരെ ഒരു നിഴലിൽ കഴിഞ്ഞതുപോലെ ദൈവത്തിന്റെ ഈ കരുണയും കരുതലിനെയും അവർ അനുഭവിച്ചറിഞ്ഞിരുന്നു. ദൈവം പരിശുദ്ധിയാണ് എന്ന് ഉറപ്പായും വെളിപ്പെടുത്തപ്പെട്ടുവെങ്കിൽ ആ ദൈവത്തെ സമീപിക്കുവാൻ മനുഷ്യൻ യോഗ്യനല്ല എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ആകയാൽ ദൈവത്തെ സമീപിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ ദൈവം പല പല സംഭവങ്ങളിലൂടെ വെളിപാടുകളിലൂടെ അവിടുന്ന് കരുണയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അപ്രകാരം നമ്മൾ വായിക്കും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46 അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. ഇപ്രകാരം നമ്മൾ വായിക്കും: ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എന്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി തന്റെ തിരുഹൃദയം. അവിടുന്ന് പറഞ്ഞു: ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച എന്റെ പ്രിയ ജനമേ, യാക്കോബ് ഭവനമേ, നരബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും എന്നാണ് അവിടുന്ന് വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന്റെ കരുതലും കരുണയും നമ്മുടെ ജീവിതത്തിൽ നിഴലിന് വ്യത്യസ്തമായി വെളിച്ചത്തിൽ എന്നതുപോലെ പ്രാപിക്കുവാൻ ഇടയായത് ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഈ ദൈവത്തിന്റെ കരുതലിനെ, സ്നേഹത്തെയും പഴയ നിയമ ജനതയുടെ ഭാഷയിൽ പറഞ്ഞാൽ റഹമീം എന്നുള്ള പദത്തിലാണ് അത് പരാമർശിക്കപ്പെടുക. റഹമീം എന്ന് പറയുമ്പോൾ റഹീം എന്നുള്ള ഹീബ്രു പദത്തിന് ഗർഭപാത്രം എന്നാണ് അർത്ഥം. റഹമീം എന്ന് പറയുമ്പോൾ ഗർഭവതികളായിട്ടുള്ള സ്ത്രീകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. ഗർഭത്തിലായിരിക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള നിങ്ങളുടെ കരുതൽ എന്താണ്? അതാദ്യം ഒരു സ്പർശനം ഉദരത്തിൽ നൽകുന്നത് കാത്തിരിക്കും ഒരു സ്ത്രീ. ആദ്യ സ്പർശനത്തിന് വേണ്ടി അവൾ കാത്തിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ സംഭവിക്കേണ്ട ആ ഒരു വലിയ കാര്യത്തെ അവൾ സ്വപ്നം കാണും. ആ ആദ്യ സ്പർശനത്തെ പോലും എത്ര ഹൃദ്യമായ ഒരു അനുഭവമാക്കി മാറ്റും. ഉദരത്തിൽ വഹിക്കുന്ന ആ കുഞ്ഞ് ഒന്ന് ചലനം നൽകുമ്പോ, അല്ലെങ്കിൽ ഒന്ന് ചലിക്കുമ്പോ, അന്നു മുതൽ ആ സ്ത്രീയുടെ വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും ശ്രദ്ധയ്ക്കുമെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു ഭാവമായി, രീതിയായി. ആ കുഞ്ഞിനെ ഉദരത്തിൽ കൊണ്ട് നടക്കുമ്പോ ഒരു സ്ത്രീ എത്രമാത്രം കരുതൽ ആ കുഞ്ഞിനോട് കാട്ടിക്കും, എത്രമാത്രം ശ്രദ്ധയാണ് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ. കഴിക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും എന്ത് ചെയ്താലും അതെല്ലാം വളരെ ശ്രദ്ധയോടെ. അവളുടെ പ്രാർത്ഥനകൾ, പഠനങ്ങൾ, ഇടപെടലുകൾ എന്തെല്ലാം ശ്രദ്ധയിലാണ്. അവൾ തന്റെ സാധാരണ ജീവിതത്തെയൊക്കെ മാറ്റിയിട്ട് ഈ കുഞ്ഞിനെ വഹിക്കുന്നതിൻ്റെതായ ആ ഒരു ചൈതന്യത്തിൽ അവൾ ശ്രദ്ധയോടെ, കരുതലോടെ വ്യാപരിക്കും. പ്രിയപ്പെട്ടവരെ, റഹമീം എന്ന പദത്തിലൂടെ ദൈവം നമ്മെ കരുതി കരുണ കാണിച്ചു എന്ന് പഴയ നിയമ ജനത പറയുന്നെങ്കിൽ അതിന്റെ കാരണം ഉദരത്തിൽ വഹിക്കുന്ന ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് ഒരമ്മ കരുതുക എന്നതുപോലെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ കരുതിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ദൈവത്തിന്റെ ഈ സ്നേഹം എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയായി രൂപപ്പെട്ടുവെങ്കിൽ, ഒരു മനുഷ്യനായി നമ്മുടെ ഇടയിൽ ജീവിക്കുവാൻ ഇടയാക്കിയെങ്കിൽ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്ഷകനായ ഈശോയിലൂടെ മാത്രമാണ്. രക്ഷകനായ ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോ അത് കരുണയുടെ മാംസമായി മാറി. ആദിയിൽ വചനമുണ്ടായിരുന്നു, ദൈവത്തിന്റെ വാഗ്ദാനം. ദൈവത്തിന്റെ ജീവൻ നൽകുന്ന ഈ വചനത്തെ, ദൈവത്തിന്റെ ഈ വാഗ്ദാനത്തെ മാംസമായി ഈ ലോകത്തിലേക്ക് കടന്നു വരാൻ ഇടയാക്കിയെന്ന് പരിശുദ്ധ അമ്മയെ മുൻനിർത്തിക്കൊണ്ട് യോഹന്നാൻ സുവിശേഷകൻ പറയും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം: വചനം
മാംസമായി നമ്മുടെ കൂടെ വസിച്ചു. ഇപ്രകാരം മാംസളമായി തീരുന്ന ദൈവത്തിന്റെ കരുതലാണ് ഈശോ എങ്കിൽ ആ ഈശോ കരുണയുടെ മുഖമാണ് എന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കും. ഈശോ കരുണയുടെ മുഖമാണെങ്കിൽ ആ കരുണയുടെ മുഖമായ ഈശോയെ ഈ ലോകത്തിൽ അവതരിപ്പിക്കുവാൻ ഒരു വ്യക്തി ആവശ്യമായിരുന്നു. ഈ ലോകത്തിൽ കരുണയുടെ മുഖം, കരുണയുടെ ഹൃദയവും അവതരിപ്പിക്കപ്പെടേണ്ടതിന് കർത്താവ് തെരഞ്ഞെടുത്തത് മറ്റൊരു വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായി. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, ദൈവത്തിന്റെ ഈ കരുതലും കരുണയും ഈ സ്നേഹവും ഇന്ന് നമ്മുടെ ഇടയിൽ മനുഷ്യപുത്രനായ ഈശോയിലൂടെ അനുഭവിക്കേണ്ടതിന് ദൈവം വാഗ്ദാനം ചെയ്തു, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അഥവാ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇമ്മാനുവേൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളോട് കൂടെ വസിച്ച, നമ്മളെ അറിയുന്ന, നമ്മെ മനസ്സിലാക്കുന്ന, നമ്മുടെ വികാര വിചാരങ്ങളെ ഒപ്പിയെടുക്കുന്ന, നമ്മിൽ ഒരുവനായി മാറുന്ന ഒരു ദൈവം. ആ ദൈവത്തിനായി ഈ ലോകം മുഴുവനും, ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരുടെ ഇടയിൽ നിന്നും ഏറ്റവും അധികം യോഗ്യതയുള്ളവളെന്ന് കരുതി തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റാരുമായിരുന്നില്ല, യുവാക്കവിന്റെയും അന്നയുടെയും മകളായ, ദേവാലയത്തിൽ ജീവിച്ചു വളർന്ന, ദൈവത്തിന് മാത്രമായി സമർപ്പിക്കപ്പെട്ട, ദൈവത്തമ്പുരാന് ഏറ്റവും പ്രിയങ്കരിയായി മാറിയ, കൃപ നിറഞ്ഞവളെ എന്ന് ആരെയെങ്കിലും ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്ക് യോഗ്യയായ പരിശുദ്ധ കന്യക മാതാവ്. അങ്ങനെ ദൈവത്തിന്റെ കരുണയുടെ കവാടമായി മാറുകയാണ് പരിശുദ്ധ കന്യക മറിയം. വിശുദ്ധ അപ്രയം, പൗരസ്ത്യ പിതാവായ വിശുദ്ധ അപ്രയം, പരിശുദ്ധാത്മാവിന്റെ വീണ എന്ന് വിളിക്കപ്പെടുന്ന മാർ അപ്രയം പറയും, ദൈവകരുണയുടെ കവാടം തുറന്നു പരിശുദ്ധ കന്യക മാതാവ്. അവൾ ഗേറ്റ് വേ ആയി മാറിയെന്ന്. ദൈവത്തിന്റെ കരുണയുടെ ഈ ലോക ജീവിതത്തിലേക്കുള്ള കടന്നുവരവിന് കവാടമായി മാറിയ പരിശുദ്ധ കന്യക മാതാവിന്റെ ഹൃദയം. പ്രിയരെ, അമ്മയുടെ ഹൃദയം ദൈവത്തിന്റെ ആർദ്രതയുള്ള സ്നേഹത്തെ അനുഭവിക്കുവാൻ ഒരു കവാടമാക്കി മാറ്റിയെങ്കിൽ ഈ അമ്മ ഏറ്റവും അധികം കൃപ നിറഞ്ഞവളായി, ഏറ്റവും അധികം നമ്മളുടെ ഇടയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യതയുള്ളവളായി മാറി. ഒരു നിമിഷം അമ്മയെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. കണ്ണുകൾ അടച്ച് പരിശുദ്ധ കന്യകാ മാതാവിനെ മനസ്സിൽ ഒന്നോർക്കാം. കരുണയുടെ മൂർത്തീകരണമായ, മൂർത്തിഭാവമായ, കരുണയുടെ മാംസമായി മാറിയ, കരുണയുടെ മുഖമായി മാറിയ ക്രിസ്തുനാഥനെ ഈ ലോകത്തിൽ അവതരിപ്പിക്കുന്ന, ഈ ലോകത്തിൽ പ്രദാനം ചെയ്യുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയായി മാറി പരിശുദ്ധ കന്യകാ മാതാവ്. ഇതാ കർത്താവെ ദാസി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, സമ്പൂർണമായും വിട്ടുകൊടുത്തുകൊണ്ട് സമർപ്പിച്ച മറിയം ദൈവത്തിന്റെ കരുണയുടെ കവാടമായി മാറി. അവളുടെ സർവസമ്പാദ്യവും, അവളുടെ ഹൃദയ സമ്പാദ്യം മുഴുവൻ ദൈവസ്നേഹമായി. ദൈവത്തോട് മാത്രമുള്ളൊരു സ്നേഹം മറിയത്തിന്റെ ഹൃദയ സമ്പാദ്യമായി മാറി. ദൈവത്തെ മാത്രം സ്നേഹിച്ച അവൾ ഈ ലോകത്തിൽ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. നമ്മെ ഓരോരുത്തരെയും മനസ്സിൽ കരുതി. പാപികളും ബലഹീനരുമായ നമ്മളെ മാത്രം മനസ്സിൽ കരുതിയപ്പോ അവളുടെ ഹൃദയ സമ്പാദ്യം ഞാനും നിങ്ങളും മാത്രമായി മാറി. ദൈവത്തെ സ്നേഹിച്ച, നമ്മെ സ്നേഹിച്ച പരിശുദ്ധി അമ്മയുടെ ഹൃദയത്തിന്റെ സമ്പാദ്യം മറ്റൊന്നുമായിരുന്നില്ല, ദൈവസ്നേഹവും പരസ്നേഹവും മാത്രമായി. അമ്മേ മാതാവേ, അമ്മയുടെ ഉള്ളിൽ രൂപപ്പെട്ട കരുണയുടെ മുഖമായി ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഭവമായി മാറേണ്ടതെന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവസ്നേഹത്തിന്റെ അനുഭവമായി മാറേണ്ടതിന്, ഞങ്ങൾ ഈ ലോകത്തിൽ കരുണയുടെ സാക്ഷികളായി, കരുണയുടെ തൂവൽ സ്പർശങ്ങളായി മാറേണ്ടതിന് അമ്മ മാതാവേ, ഞങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണമേ. പ്രിയരെ, പരിശുദ്ധ കന്യകാ മാതാവ്
തന്റെ ഉദരം കരുണയെ പൂർത്തിയായ ഈശോയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തെങ്കിൽ, അവൾ അവളുടെ ജീവിതത്തിലെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിനായി സമർപ്പിച്ചുവെങ്കിൽ, അതൊരു അനുഭവം നമുക്ക് നൽകുന്നത് പഴയ നിയമത്തിൽ നമ്മൾ പരാമർശിക്കപ്പെടുന്ന ഒരു സാത്താന്റെ പ്രവേശന കവാടത്തെ അടയ്ക്കുകയായിരുന്നു. പറുദീസായിലെ ദൈവത്തോട് ചേർന്ന ജീവിതം വഴി നമ്മുടെ ആദിമാതാപിതാക്കൾ അനുഭവിച്ച ദൈവിക സഹവാസത്തിന്റെ അനുഭവം നഷ്ടമായത് ആദ്യത്തെ സ്ത്രീയായ ജനതകളുടെ അമ്മയെന്ന് വിളിക്കപ്പെട്ട ഹൗവ അവളുടെ ഹൃദയം ഈ ലോകത്തിന് അരൂപിക്ക് തുറന്നു കൊടുത്തത് കൊണ്ടല്ലേ? സാത്താന്റെ ഒരു എൻട്രി പോയിന്റ് ഹൗവയിൽ പൂർത്തീകരിക്കപ്പെട്ടത് കൊണ്ടല്ലേ? അതുകൊണ്ടാവണം യോഹന്നാൻ ശ്ലീഹ സ്ത്രീയെ എന്ന ഒരു അഭിസംബോധനയിലൂടെ ഇവൾ ഹൗവയ്ക്ക് പകരം കടന്നു വന്ന ലോകത്തിന്റെ രക്ഷകൻ കടന്നു വരാൻ ഇടയാക്കുന്ന ഒരു എൻട്രി പോയിന്റ് ആണ് എന്നനുസ്മരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ പരിശുദ്ധ കന്യകാ മാതാവിനെ ഒരു സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടോ അപ്രകാരം ഒരു നാമം കൊടുത്തുകൊണ്ടോ ഈശോ അവതരിപ്പിക്കുന്നതായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക. പരിശുദ്ധ കന്യകാ മാതാവ് തന്റെ ഹൃദയവും ഉദരവും കരുണയുടെ പൂർത്തിയായ കർത്താവിനെ ഏറ്റുവാങ്ങി എന്നതാണ് അവളുടെ ഏറ്റവും വലിയ മഹത്വം. പരിശുദ്ധ കന്യകാ മറിയം തന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ഭാവത്തെ ഏറ്റുവാങ്ങി എന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസം നമ്മൾ അടിവരയിട്ടോർക്കേണ്ട ഒരു ചിന്തയാണ്. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചല്ലോ, എനിക്കും നിങ്ങൾക്കുമെല്ലാം മാനുഷികമായ സഹാനുഭൂതിയുടെയും ദയയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ വികാരങ്ങളുണ്ട് എന്ന്. പക്ഷെ അതിനൊക്കെ പരിമിതിയുണ്ട്, പോരായ്മകളുണ്ട്, അതിന്റെ പിന്നിൽ സ്വാർത്ഥതയുണ്ട്, അതിന്റെ പിന്നിൽ നമ്മുടേതായ ചില ആശ്വാസത്തിന്റെ ലക്ഷ്യങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കരുണയുടെയും ആർദ്രതയുടെയും നന്മയുടെയും നിറവുണ്ടായത് അവളുടെ സ്വാഭാവികമായ ഒരു നന്മയേക്കാൾ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് ദൈവം അവൾക്ക് നൽകിയ കൃപയുടെ സമൃദ്ധിയിൽ നിന്നാണ്. ദൈവം അവൾക്ക് നൽകിയ സമൃദ്ധമായ കൃപ അവളിൽ ദൈവത്തിന്റെ കരുതലും കരുണയും നിറയുവാനിടയായി. അവളുടെ സ്വാഭാവികമായ ഈ സ്നേഹവികാരങ്ങളെ അതിസ്വാഭാവികമായ ദൈവത്തിന്റെ സ്നേഹവികാരങ്ങളായി മഹത്വീകരിക്കപ്പെട്ടു എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ അനുയായികളായി, അമ്മയുടെ ആത്മീയ സന്താനങ്ങളായി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മശോധനയ്ക്ക് അവസരമാവട്ടെ. നമ്മുടെ സ്വാഭാവികമായ ആർദ്രതയും കരുതലും സ്നേഹവും അപ്രകാരമുള്ള വികാരങ്ങളും എല്ലാവർക്കും ഉള്ളതുപോലെ അല്ലേ ഉള്ളൂ? എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പരിധിവരെ അവരുടെ പ്രവണതപരമായി ഈ ഒരു കരുതലുണ്ട്. എങ്കിൽ അതിസ്വാഭാവികമായ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണയുടെ ഭാവം നമ്മളിൽ വന്ന് നിറയുമ്പോഴാണ് നമ്മൾ പരിശുദ്ധ അമ്മയെ പോലെ ആർദ്രതയും ദയയും കരുണയും സ്നേഹവും അപ്രകാരമുള്ള എല്ലാ ഗുണങ്ങളും നിറയുന്നവരായി മാറുക, ദൈവസന്നിധിയിൽ മഹത്വമുള്ളവരായി മാറുക. മറിയം നമുക്ക് നൽകുന്ന ഈ മാതൃകയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ലൂക്കാസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 50-ാം വാക്യത്തിൽ നമ്മളൊരു സംഗതി പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് ഈ ദൈവത്തിന്റെ ചൈതന്യമായ കരുണയും സ്നേഹവും ആർദ്രതയും കടന്നു വരാൻ എന്താണ് നാം ചെയ്യേണ്ടത്? പരിശുദ്ധ കന്യകാ മാതാവ് തനിക്കുണ്ടായ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇതാ കർത്താവെ ദാസി എന്ന് പ്രത്യത്തിരിച്ചുകൊണ്ട് ദൈവത്തിന്റെ തിരുഹിതത്തിന് തന്നെ സമർപ്പിച്ചതിലൂടെ അമ്മ ഏറ്റുവാങ്ങിയ വലിയ ഒരു ഭാരമുണ്ട്, വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്, വലിയ ഒരു കടമയാണ് അവൾ ഏറ്റെടുത്തത്. അപ്രകാരം അവളുടെ ജീവിതത്തിലെ സാധാരണ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട്, അവളുടേതായ ജീവിതത്തിലെ സാധാരണ ഭാവനകളൊക്കെ മറന്നിട്ട് ദൈവത്തിന്റെ പദ്ധതികൾക്ക്, ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വിടർത്താൻ അവളെ തന്നെ സമർപ്പിച്ചപ്പോൾ അവൾ അനുഭവിച്ചത് തെല്ലുവേദനകളൊന്നും ആയിരിക്കില്ല. അവൾ അനുഭവിക്കുന്ന വേദനയുടെ നടുവിലും ഒരു വാക്യം അവൾ ഉരുവിട്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതായി നമ്മൾ കാണും. എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ അവൾ പറഞ്ഞു, ദൈവം കരുണ വർഷിക്കും എന്ന്. ദൈവം
കരുണ വർഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനത്തിനുണ്ടായ അനുഭവത്തെ, പഴയ നിയമ ജനതയുടെ ജീവിതത്തിലെ ദൈവാനുഭവത്തെ മുഴുവൻ കാച്ചിക്കുറുക്കിയിട്ട് അവൾ പറഞ്ഞു, ദൈവം ഉടമ്പടി അനുസരിച്ച് കരുണ വർഷിക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള കരുണയെ ഒരു ദൈവാനുഭവമുള്ള കരുണയാക്കി മാറ്റാൻ നമുക്ക് വേണ്ട ഒരു ചിന്ത, ദൈവം ദാനമായി നൽകിയതല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ്. അത് ദുഃഖങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും പരാജയം വന്നാലും വിജയങ്ങളാണെങ്കിലും നേട്ടങ്ങളോ കോട്ടങ്ങളോ ആവട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം തരത്തിലുള്ള നഷ്ടങ്ങളും നേട്ടങ്ങളും ഉണ്ടായാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ദൈവം തമ്പുരാന്റെ ആ ആർദ്രതയുള്ള ഭാവത്തെ തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കും. നിയമാവർത്തനം 1:30 നമ്മൾ വായിക്കുമല്ലോ, നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോകുന്ന വഴികളിൽ ദൈവമായ കർത്താവ് ഒരു പിതാവ് തന്റെ പുത്രനെ എന്നതുപോലെ മരുഭൂമിയിൽ വഹിച്ചത് കണ്ടതാണല്ലോ എന്നുള്ള ഇസ്രായേൽ ജനത്തിന്റെ ആ കണക്കെടുപ്പിന്റെ ഒരു റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോകുന്ന വഴികളിൽ ദൈവമായ കർത്താവ് നൽകിയതല്ലാതെ എന്ത് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് താഴ്മയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ സഹായിക്കും. ദൈവം തമ്പുരാന്റെ കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമാണ് ഇന്ന് ഞാൻ ആയിരിക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയാനാവുമ്പോ നമ്മുടെ ഉള്ളിലെ കരുണയും സ്നേഹവും ഒക്കെ ദൈവം ഏറ്റെടുത്തതിന്റെ തുടക്കമായി മാറും. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ നേട്ടം, എന്റേതായിട്ടുള്ള ചിന്തകൾ ഇന്ന് ലോകത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്റെ സ്വന്തം കാര്യമെന്ന വിധത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക മാറ്റത്തിന്റെ നടുവിലൂടെ കടന്നു പോവുകയാണ് ഇന്ന് ലോക ജനത. നമ്മൾ തമാശ ഭാഷയിൽ അവനവനിസം എന്ന് പറയും. സ്വന്തം കാര്യം സിന്താബ എന്ന് ചിന്തിക്കുന്നതാണ് ശരി. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ തിരുത്താൻ ആളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതല്ല. പിന്നെയോ അതാണ് ശരിയെന്ന് പറയുന്നതാണ് പൊതു സത്യം. അത് ഒരു പൊതുബോധത്തിലേക്ക് വന്ന് തറച്ചു പതിച്ചിരിക്കുകയാ. സ്വന്തം കാര്യം നോക്കുന്നതിൽ എന്താണ് തെറ്റ്, സ്വന്തം കാര്യം നോക്കിയാൽ പോരെ എന്നുള്ള ഒരു ചിന്ത, അത് അതിൻ്റെതായ പാരമ്യത്തിലെത്തിയിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സെൽഫ് സെന്റേഡായ ഒരു മനോഭാവത്തിന് അടിമകളായി മാറുന്നത് ന്യായീകരിക്കപ്പെടുന്ന ഒരു പൊതുബോധത്തിന്റെ നടുവിൽ നിൽക്കുമ്പോ അവരിന് വേണ്ടി ജീവിക്കാൻ ആരുമില്ല, അവരിന് വേണ്ടി ജീവിക്കുന്നത് അന്യായമെന്ന് തിരിച്ചറിയുന്ന ഒരു ബോധത്തിലേക്ക് ഈ ലോകം കടന്നു പോകുമ്പോ പ്രിയപ്പെട്ടവരെ, അതെല്ലാം നമ്മിൽ സ്വാധീനം ചെലുത്തുന്ന ഈ ലോകത്തിന്റെ അരൂപിയുടെ ഏറ്റവും ദുരന്തമായ ഒരു സ്വാധീന ഫലമാ. അങ്ങനെയെങ്കിൽ അവരിനു വേണ്ടി ചിന്തിക്കാൻ, അവരിനു വേണ്ടി ജീവിക്കുവാൻ ഒരു മനോഭാവം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, എന്റെ ദൈവം എനിക്ക് ദാനമായി നൽകിയതല്ലാതെ ഒന്നുമില്ല എങ്കിൽ ആ ദൈവം തമ്പുരാനെ മഹത്വപ്പെടുത്തി ആ ദൈവം തമ്പുരാന്റെ ആ ഒരു സ്നേഹം ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് മറ്റുള്ളവരെ കാണാനും കരുതാനും നമുക്കാവണമെന്നുള്ള മറിയത്തിന്റെ മാതൃക നൽകുന്ന ഒരു ചൈതന്യം നമ്മെ സ്വാധീനിക്കാൻ ഇടയാവണ്ടേ. കരുണ നിറഞ്ഞ ദൈവത്തെ നമ്മുടെ ഉള്ളിൽ കണ്ടെത്തണമെങ്കിൽ നമ്മൾക്ക് വേണ്ട ഒരു ചിന്തയാണ്, ദൈവം ആർദ്രതയോടെ കരുണയോടെ പുറത്തുകൊണ്ട് എനിക്ക് നൽകിയതല്ലാതെ ഒന്നുമില്ല. ഒരു കൊച്ചുദാഹരണം, കുമ്പസാരക്കൂട്ടിൽ ചെല്ലുമ്പോ അനുനിജന ശുശ്രൂഷയ്ക്കായി നമ്മൾ കടന്നു ചെല്ലുമ്പോ ഏറ്റുപറയുന്ന പാപങ്ങൾ ഓരോന്നും അതിന് തക്കതായ പരിഹാരമോ അതിൻ്റെതായിട്ടുള്ള ഒരു കൃത്യമോ നിർവഹിക്കാതെ നിന്റെ പാപങ്ങളൊക്കെയും ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മെ പരിപൂർണമായി വിശുദ്ധീകരിക്കുന്ന ആ ദൈവം തമ്പുരാന്റെ സ്നേഹം മാത്രം ഓർത്താൽ മതി. ദൈവം നമുക്ക് നൽകിയ സമാധാനവും വിശുദ്ധീകരണവും വിലമതിക്കാനാവുന്നതിലപ്പുറമല്ലേ. ആകയാൽ ദൈവം എന്നെ ആർദ്രതയോടെ സ്നേഹിച്ചുവെന്ന് ചിന്തിക്കുവാൻ ഇടയാവട്ടെ. പരിശുദ്ധ കന്യകാ മാതാവ് പറഞ്ഞു, ദൈവം തമ്പുരാൻ തലമുറകൾ തോറും കരുണ വർഷിച്ചു, അവിടുന്ന് ഇനിയും വർഷിക്കും. ലൂക്കാസ് സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിന് 39-ാം വാക്യത്തിൽ നമ്മൾ മറ്റൊരു ചൈതന്യം അമ്മയിൽ നിന്നും കാണുകയാണ്. അത് മറ്റൊന്നുമല്ല, ദൈവം തനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തു കഴിഞ്ഞപ്പോ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. ദൈവം തമ്പുരാൻ എന്റെ മേൽ വർഷിച്ച അനുഗ്രഹങ്ങളെ ആരോടെങ്കിലും എനിക്ക് പങ്കുവെച്ചേ മതിയാകും. അവൾ ഓടി തിടുക്കത്തിൽ യാത്ര ചെയ്തു എന്നാണ് ലൂക്കാസ് സുവിശേഷം 1:39 നമ്മൾ വായിക്കുക. മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് അവൾ തിടുക്കത്തിൽ യാത്ര ചെയ്തു. അവൾ എലിസബത്തിനെ സന്ദർശിച്ചു. എലിസബത്തിന്റെ അടുത്തിയെന്ന് ദൈവം തനിക്ക് നൽകിയ കാര്യങ്ങളൊക്കെ സ്തോത്രഗീതത്തിലൂടെ ആലപിച്ചു കാണും. അപ്പോ ആ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു സ്നാപക യോഹന്നാൻ സന്തോഷത്താൽ കുതിച്ചു ചാടി എന്ന് പറയുന്ന ഒരു രംഗമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, കരുണാർദ്രമായ സ്നേഹം അത് ദൈവസ്നേഹമാണെങ്കിൽ നാം ആരോട് സംസാരിക്കുന്നുവോ ആരോട് ഇടപെടുന്നുവോ
അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ദൈവാനുഭവത്തിന് അവസരമൊരുക്കും. എന്തെന്നില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ ഫലമായ ആനന്ദത്തിനിടയാകും. അവരുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനിടയാകും. എന്റെ വ്യക്തി ജീവിതത്തിൽ അനേകം അനുഭവങ്ങൾ ഇപ്രകാരം ഓർത്തുപോകും. നമ്മൾ ആർദ്രതയോടെ ഒന്ന് നോക്കിയാൽ, സ്നേഹത്തോടെ ഒരു വാക്ക് സംസാരിച്ചാൽ, നമ്മുടെ ഇടപെടൽ എന്തുമാവട്ടെ, നമ്മുടെ മാനുഷികമായ പരിമിതികളും കുറവുകളും ഉണ്ടെങ്കിൽ പോലും ദൈവം ഏറ്റെടുക്കും. ദൈവം ഏറ്റെടുത്ത് ദൈവാനുഭവത്തിനായി അത് അവസരമാക്കി മാറ്റുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയരെ, പരിശുദ്ധ കന്യകാ മാതാവ് തന്റെ ഹൃദയത്തിൽ പേറിയ ആ കരുണയുടെ ആർദ്രതയുടെയും ഭാവം എലിസബത്തിന്റെ അടുത്തെത്തുവാനും അവളെ ശുശ്രൂഷിക്കുവാനും ഇടയാക്കി. താൻ ഗർഭവതിയായിരുന്നിട്ട് പോലും 3 മാസം ശുശ്രൂഷ നൽകിയെന്ന് അവിടെ പറയുമ്പോൾ അമ്മയുടെ സ്നേഹം, അമ്മയുടെ സഹാനുഭൂതി, അമ്മയുടെ കരുതൽ തന്റെ ഇളയമയായ എലിസബത്തിനായി അമ്മ പങ്കുവെക്കുന്ന രംഗം അമ്മയുടെ വ്യക്തി ജീവിതത്തെ എന്തെന്നില്ലാത്ത ഒരു മഹത്വത്തിലേക്ക് ഉയർത്തിയതിന്റെ അടയാളമല്ലേ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാ മാതാവ് ദൈവത്തമ്പുരാന്റെ ഈ സ്നേഹം നമുക്ക് നൽകുവാൻ ഇന്ന് ഇടയാക്കുന്നത് എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ അവൾ നമ്മോട് പറയും, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. അവൻ പറയുന്നത് പോലെ തന്നെ ചെയ്യുവൻ എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഒരു യാഥാർത്ഥ്യബോധമുണ്ട്. മറ്റൊന്നുമല്ല, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം കരുണാർദ്രമായ സ്നേഹം ഈ ലോകത്തിനായി പങ്കുവെച്ചത് തന്റെ ജീവിതത്തിൽ അന്വർത്ഥമായി തന്നിലൂടെ ലോകരക്ഷകൻ ജനിച്ചു. ആ ദൈവം ഈ കുടുംബത്തിന്റെ കണ്ണീരൊപ്പം എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സധൈര്യം മറിയം തന്റെ തിരുക്കുമാരനായ കരുണാർദ്രമായ ദൈവത്തോട് അഥവാ ക്രിസ്തുവിനോട് പറഞ്ഞു, അവർക്ക് ദുഃഖമാണ്, അവർക്ക് ദുരിതമാണ്, ഈ കുടുംബത്തിന് ക്ലേശകരമായ ഒരു അവസ്ഥയാണ്, അവർക്ക് വീഞ്ഞില്ല. മറിയം അത് പറയുന്നതിലൂടെ ആ കുടുംബത്തെ എത്രമാത്രം മനസ്സിലാക്കിയെന്നോർക്കണം. ഈ കമ്പാഷൻ എന്നുള്ള വാക്കിന് ഒരു മാനസികമായി തകർന്ന അവസ്ഥയിൽ ആ വ്യക്തിയോട് അനുരൂപപ്പെടുവാൻ, താതാത്മ്യപ്പെടുവാനുള്ള ഒരു ഗുണമാണ് എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥം. കമ്പാഷൻ, ഒരേ വികാരങ്ങൾ പങ്കുവെക്കുന്ന, ആ വികാരങ്ങളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു അവസ്ഥ. ചൂടുള്ളിടത്ത് തൊട്ട് കഴിയുമ്പോൾ ദേഹത്ത് ചൂട് പകരുന്നത് പോലെ ഒരു വ്യക്തി കരയുമ്പോൾ ആ കണ്ണീരിന്റെ പിന്നിലെ വിങ്ങലിനെ, വേദനയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് സഹാനുഭൂതി. ഒരു വ്യക്തി തകർന്നിരിക്കുമ്പോൾ, ഭയപ്പെട്ട് കഴിയുമ്പോൾ ആ ഭയത്തെ ഏറ്റുവാങ്ങി ധൈര്യം പകരുവാൻ കൂടെ ചേരുന്നിരിക്കുന്ന ഒരു ഭാവമുണ്ടല്ലോ, അതിന്റെ പേരാണ് കമ്പാഷൻ. ആ കുടുംബത്തിലേക്ക് വരുമ്പോൾ, കാനായിലെ കുടുംബത്തിലേക്ക് വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു ദുഃഖം പോലെ, തന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു വേദന പോലെ മറിയം ആ വേദനയെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഹൃദയ ഭാരത്തോടെ, വേദനയോടെ, വിങ്ങലോടെയാണ് തന്റെ തിരുക്കുമാരനോട് പറയുക, അവർക്ക് വീഞ്ഞില്ല. നമ്മൾ ലളിതമായ 2 വാക്കുകളായി പറയുമ്പോൾ ഈ സ്ത്രീയുടെ, ഈ മറിയത്തിന്റെ ആർദ്രതയുള്ള, സഹാനുഭൂതിയുള്ള, സ്നേഹമുള്ള ആ ഒരു ഭാവത്തോടുകൂടി മറിയം ഈശോയോട് പറഞ്ഞാൽ ആ തിരുക്കുമാരനായ ഈശോ അത് നിറവേറ്റില്ലേ? ഇതാണ് മറിയം നമുക്ക് നൽകുന്ന മാതൃക. നമ്മൾ ഒത്തിരി കൊടുക്കുന്നതിലല്ല പ്രിയപ്പെട്ടവരെ, ഭൗതികമായി എന്ത് കൊടുത്താലും അതിനെല്ലാം പരിമിതിയില്ലേ? ഒരിറ്റു ജീവിതത്തിന് നമ്മൾ എന്ത് കൊടുത്തിട്ട് തൃപ്തിപ്പെടുത്താൻ? ഒരിക്കലും തൃപ്തി വരാത്ത നമ്മുടെ ജീവിതത്തിൽ ആരെന്ത് തന്നാൽ തൃപ്തിയാകും? നമുക്ക് വേണ്ടത് മനസ്സിലാക്കപ്പെടുന്ന ഒരു സ്നേഹത്തിന്റെ സാമീപ്യമല്ലേ? ഉൾക്കൊള്ളുവാൻ ഇടയാക്കുന്ന ഒരു സ്നേഹത്തിന്റെ ശ്രദ്ധയോടെയുള്ള ഒരു പങ്കുവെക്കലല്ലേ? സഹാനുഭൂതിയോടെ, ക്ഷമയോടെ നമ്മുടെ കുറവുകളെയും പരാജയങ്ങളെയും പാപങ്ങളെയും മനസ്സിലാക്കുന്ന ഒരു ഹൃദയമല്ലേ? ഇപ്രകാരം നമ്മളുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുവാൻ ആരെങ്കിലും നമുക്കുണ്ടോ എന്ന് അന്വേഷിച്ച് നടന്നിട്ടില്ലേ നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ ഒറ്റപ്പെടലിൽ, നമ്മുടെ നഷ്ടങ്ങളിൽ, നമ്മുടെ തകർച്ചകളിൽ, കടക്കെണികളിൽ, വലിയ ദുഃഖങ്ങളിലും വലിയ വേദനകളിലും ആരെങ്കിലും ഉണ്ടോ എന്നെ മനസ്സിലാക്കാൻ, എന്നെ ഉൾക്കൊള്ളാൻ എന്ന് അന്വേഷിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ കന്യകാ മാതാവ് ഇതിനെല്ലാം പോരുന്നവളാണ് എന്ന് ഈ കാനായിലെ സംഭവം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. പരിശുദ്ധ കന്യകാ മാതാവ് നമ്മുടെ ഹൃദയത്തിന് ചേർന്ന ഒരു സ്നേഹിതയാണ്.
അല്ല, ഒരമ്മയാണ്. മാതൃഹൃദയം ഉൾക്കൊണ്ടവരാണ്. റഹ്മീം എന്ന ദൈവത്തിന്റെ മാതൃഹൃദയം ഈ ഭൂമിയിൽ ഒരു വ്യക്തി സ്വന്തമാക്കിയെങ്കിൽ അത് മറ്റാരുമല്ല, ഈ മാതാവിന്റെ ഹൃദയമാ. ഈ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവിടെ കണ്ണുകളിലേക്ക് നോക്കി നമ്മുടെ ഹൃദയവികാരങ്ങളൊന്ന് പങ്കുവെച്ചാൽ അവിടെ തീരും നമ്മുടെ സർവ്വ ദുഃഖവും. മാത്രമല്ല, എന്തെന്നില്ലാത്തൊരു പ്രത്യാശയോടെ, ധൈര്യത്തോടെ നമ്മൾ നേരിട്ട അതേ പ്രശ്നങ്ങളെ അതിനേക്കാൾ ശക്തിയോടുകൂടി, പ്രത്യാശയോടുകൂടി നേരിടാൻ നമുക്കിടയാവും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യാമാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന ഈ സുന്ദരമായ മാതൃകയെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. ഒരു കുഞ്ഞു സംഭവം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷ സമാപിക്കട്ടെ. കുറെ കാലം മുമ്പുണ്ടായ ഒരു അനുഭവമാണ്, ചുരുക്കി പറയാനുള്ള സമയമേ ഉള്ളൂ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബാലൻ കുടുംബത്തിലെ അറും പട്ടിണിയാണ്. ഒരു നേരത്തെ ഭക്ഷണം കഷ്ടിച്ച് കിട്ടിയെങ്കിലായി. കാരണം 4 സഹോദരിമാരുള്ള അവന്റെ ആ കുടുംബത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഏതോ വ്യക്തി അവന്റെ അമ്മ മാത്രമാണ്. അപ്പനുണ്ട് എന്ന് പറയാം. അദ്ദേഹം അധ്വാനിക്കുന്നെങ്കിലും മദ്യപാനമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. ഇപ്രകാരം ദാരിദ്ര്യ ദുഃഖത്തിലും വല്ലാത്ത പട്ടിണിയില് അലഞ്ഞു തിരിയുന്ന ഈ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ മരിച്ചാലോ എന്ന് കൊതിച്ച സമയങ്ങളുണ്ട്. എന്നാൽ ഈ ബാലനെ സംബന്ധിച്ചിടത്തോളം സുന്ദരമായി പാട്ടുപാടും. അവന്റെ പട്ടിണിയും വിശപ്പും മറക്കുന്നത് താൻ പാടുന്ന പാട്ട് കേൾക്കുമ്പോൾ സുഹൃത്തുക്കൾ തന്റെ അടുത്തേക്ക് വന്നു കൂടുന്നത് കാണുന്നതിനുള്ള സന്തോഷം കൊണ്ടാണ്. അങ്ങനെ സ്കൂളിലെത്തുന്ന അവൻ എല്ലാം മറന്ന് പാടി ആടി നടക്കും, ക്ഷീണിച്ച് അവസരമെങ്കിൽ പോലും. അവന്റെ അമ്മ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ, ഈ ദാരിദ്ര്യ ദുഃഖം മാറാൻ അനുഗ്രഹിക്കണമേ എന്ന്. അപ്പന്റെ മദ്യപാനം മൂലം ദൈവത്തോട് പോലും പകയോടുകൂടിയാണ് ഈ കുഞ്ഞുങ്ങൾ ചിന്തിച്ചിരുന്നത്. അമ്മ പ്രാർത്ഥിച്ച ദൈവത്തിലൊന്നും അവർ കുഞ്ഞുങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടായില്ല. അവർ പ്രാർത്ഥിക്കുമായിരുന്നുവെങ്കിൽ പോലും ഇവനെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങേയറ്റം അപർഷമുള്ള കാര്യമായി മാറി അമ്മയുടെ പ്രാർത്ഥന. രാത്രി കഠിനാധ്വാനം കഴിഞ്ഞ് ക്ഷീണിച്ചവശയായ ഈ സ്ത്രീ മുണ്ട് മാറ്റിയിട്ട് മുട്ടുകുത്തി കൈയും വിരിച്ചു പിടിച്ച് തന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കുവാനുള്ളത് നൽകണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ഏത് ദൈവമാ കേൾക്കാത്തത്? പക്ഷെ ഉടനെയൊന്നും ഉത്തരമുണ്ടായില്ല. ഈ മകൻ പിടിച്ചെഴുതുവാൻ ഒരു പേന പോലും ഇല്ലായിരുന്നു. ഒരു റീഫില്ലർ മാത്രമാണ് അവൻ സ്കൂളിൽ. അങ്ങനെയിരിക്കെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് ഒരു വലിയ തെറ്റ് ചെയ്യേണ്ടി വന്നു. അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ നിന്നും കുറച്ച് പൈസ അവൻ എടുത്തു ഒരു പേന വാങ്ങാൻ. എല്ലാവരും പേനായുമായി ക്ലാസ്സിലിരിക്കുമ്പോ അതില്ലാത്തതിന്റെ നാണക്കേട് മറക്കാൻ അവനൊരു കുസൃതി, അവന് പെട്ടെന്ന് തോന്നിയ ചിന്തയിൽ ഇത്തിരി പൈസ എടുത്തു ഒരു പേന വാങ്ങി. പ്രിയപ്പെട്ടവരെ, ക്ലാസ് ആരംഭിച്ചപ്പോ പൈസ നഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് വലിയ ഞെട്ടലായി, കണ്ണീരായി. ക്ലാസ് മുറികളിലെല്ലാം ആ വാർത്ത പരന്നു, ആരോ തന്റെ പൈസ മോഷ്ടിച്ചു. അധ്യാപകൻ ഈ വിഷയം ക്ലാസ്സിൽ ചോദിക്കുമ്പോഴാണ് ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാപാതകമായല്ലോ, തെറ്റായല്ലോ എന്നൊരു തോന്നലുണ്ടായി. ഭയം കൊണ്ട് വിഷമിച്ച് കുനിഞ്ഞ് ഇരുന്നു പോയി. പുത്തൻ പേന പോക്കറ്റിൽ കണ്ട ഇവൻ തെളിവോടുകൂടി പിടിക്കപ്പെട്ടു. അധ്യാപകൻ മാതൃകാപരമായി, അങ്ങനെയാണല്ലോ അധ്യാപകർ, മാതൃകാപരമായ ഒരു ശിക്ഷ കൊടുക്കുവാൻ തീരുമാനിച്ചു. ചൂരൽ കൊണ്ടുവന്ന് അവന്റെ തുടക്കിട്ട് കൊടുത്തു അടി. മാത്രമല്ല 33 ക്ലാസ് മുറികളുള്ള വലിയ സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളും തുടങ്ങിയ സന്ദർഭത്തിൽ ഒരു അസംബ്ലിയിൽ വെച്ച് ശിക്ഷണം നൽകുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഹെഡ് മാസ്റ്ററുടെ അടുത്ത് കൊണ്ടുപോയി അവിടെയും കിട്ടി അദ്ദേഹത്തിന്റെ വക ശിക്ഷ. മുഴുപട്ടിണിയായി കുഞ്ഞ് തളർന്നു. മാതൃകാപരമായ ശിക്ഷണത്തിനായി ഈ അധ്യാപകൻ ഈ മകനെ ഓരോ ക്ലാസ്സിലും മുറിയിലും കൊണ്ടുപോയി തല്ലി. കാല് പൊട്ടി രക്തമൊഴുകി
അപ്പോഴും അവൻ കണ്ണീരോടെ പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല, തെറ്റിപ്പോയി എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും കുട്ടികൾക്ക് മാതൃകാപരമായ ഒരു ശിക്ഷണമാകട്ടെ എന്ന് കരുതി 15 ക്ലാസ്സിൽ കൊണ്ടുപോയി അവനെ തല്ലി. അവശനായി വെട്ടിയിട്ട ഒരു ചീരയിലെ പോലെ അവൻ തളർന്ന് അവശനായെങ്കിലും അധ്യാപകൻ അവനെ മാതൃകാപരമായി ശിക്ഷിച്ചുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഒരു താക്കീത് നൽകി. അടുത്ത ക്ലാസ്സിൽ കൊണ്ടുപോകരുതേ എന്ന് കണ്ണീരോടെ അവൻ കാലുപിടിച്ചു പറഞ്ഞു. കാരണം ആ ക്ലാസ്സിൽ അവന്റെ മൂത്ത സഹോദരിയുണ്ട്. അവിടെയും കൊണ്ടുപോയി അവനെ തല്ലി. ആ പെൺകുട്ടി അവിടെ വല്യവായിലേക്ക് കരഞ്ഞ് ബോധം കെട്ട് വീണു. സാറിന്റെ കൈകളെ അവൻ വലിച്ചെറിഞ്ഞിട്ട് എന്നേക്കുമായി സ്കൂൾ വിട്ട് അവൻ ഓടി. ആ ഓട്ടം അവന്റെ ജീവിതത്തിൽ അവനെ കുറ്റവാളിയാക്കി മാറ്റി. തെരുവിലായി അവൻ, പിന്നീട് പല കൂട്ടുകെട്ടുമായി, മോഷണമായി, അങ്ങനെ അവൻ തെരുവിൽ ജീവിക്കാൻ തുടങ്ങി. വീട്ടിലേക്ക് വരവ് ചുരുങ്ങി. വല്ലപ്പോഴും വീട്ടിൽ വരുമ്പോഴും അമ്മയുടെ പ്രാർത്ഥന മാത്രം കാണും. അത് അവൻ അമർഷമായിരുന്നു. അങ്ങനെ നാളുകൾ പിന്നിട്ടു. തടവറയിലായി. അങ്ങനെ ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ അവന്റെ ജീവിതത്തിൽ, ജയിലിൽ കഴിയാനിടയായ ഒരു സന്ദർഭത്തിൽ അവന്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു അനുഭവം ഉണ്ടായി. ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ, അതിന് തക്ക ശിക്ഷ കിട്ടി അവൻ വെളിയിലിറങ്ങുമ്പോഴും വീണ്ടും വെറുപ്പോടും വാശിയോടും കൂടെ കുറ്റകൃത്യങ്ങളിലേക്ക് അവൻ പോകുവാനിടയായെങ്കിൽ ഒരിക്കൽ അപ്രകാരം ഒരു മോഷണ ശ്രമം 21 വയസ്സിലോ മറ്റോ, അങ്ങനെ മോഷണ ശ്രമം, അതിനിടയിൽ അവൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടായി. ആ വീട്ടിലെ അപ്പനും അമ്മയും ചാടി എണീറ്റ് നോക്കുമ്പോൾ മോഷ്ടാവായ ഇവനെ കാണുകയാണ്. അവർ കൂവി വിളിച്ചു. നാട്ടുകാരെല്ലാം ഉണർന്നു. അവരെല്ലാം ഓടിക്കൂടി. വന്നവരെല്ലാം ഇവനെ പ്രഹരിച്ചു. വല്ലാതെ അവനെ ഉപദ്രവിച്ചു. ദേഹമാസകലം മുറിവേറ്റ് വല്ലാതെ തളർന്നവൻ. അത് കണ്ടപ്പോ ആ വീട്ടിലെ അമ്മ ഒരിക്കൽ പോലും ഈ കുഞ്ഞിനെ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ആ വീട്ടിൽ മോഷണത്തിനായി ശ്രമിച്ച ആ സന്ദർഭത്തിലെ ആ അമ്മ ഇവനെ പിടിച്ചു വലിച്ച് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ മാറ്റി നിർത്തി മുട്ടുകുത്തി നിന്ന് കൈയും വിരിച്ചു പിടിച്ച് ചങ്കത്തടിച്ചതുപോലെ വേദനിച്ചുകൊണ്ട് ഈ സ്ത്രീ പ്രാർത്ഥിച്ചു, എന്റെ ഈ കുഞ്ഞിന്റെ മേൽ ദൈവമേ കരുണയാകണമേ എന്ന്. ഈ സ്ത്രീയുടെ ഈ വാവിട്ട് കരഞ്ഞുള്ള പ്രാർത്ഥന കേട്ടപ്പോ അവന്റെ മനസ്സിലൂടെ കടന്നുപോയത് രാത്രിയാമങ്ങളിൽ തനിക്ക് വേണ്ടി ഉറക്കൾ മളച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അവന്റെ സ്വന്തം അമ്മയുടെ സ്നേഹമായിരുന്നു. അവൻ ആ അമ്മയുടെ മുമ്പിൽ കരഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി ഹൃദയം പൊട്ടി കരഞ്ഞവൻ ആ അമ്മയോട് പറഞ്ഞു, എന്നെ പോലീസിൽ ഏൽപ്പിക്കണം, ഇനി ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. പ്രിയപ്പെട്ടവരെ, ചുരുക്കണമല്ലോ, അവൻ പിടിക്കപ്പെട്ടു, ജയിലിലായെങ്കിൽ, പക്ഷെ അവന്റെ ഹൃദയം മറ്റൊന്നായി മാറി, അവന്റെ മനസ്സ് മറ്റൊന്നായി മാറി. അവൻ മാനസാന്തരത്തിലൂടെ ഒരു നല്ല മനുഷ്യനായി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവനായി മാറി, അനേകം ധ്യാനങ്ങൾ നടത്തുന്നവനായി മാറി. ഇന്നവൻ വലിയ നിലയിലെത്തി. എനിക്ക് പേരോ കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്താനാവാത്തത് കൊണ്ടാണ് ഞാനിത് പറയുക. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം അടിവരയിട്ട് പറയട്ടെ. പരിശുദ്ധ അമ്മയുടെ ഹൃദയം പേറിയ ഒരു സ്ത്രീ ആർദ്രതയോടെ, സ്നേഹത്തോടെ, കരുതലോടെ, കരുണയോടെ ഈ കുഞ്ഞ് തന്റെ ആരുമല്ലാതിരിക്കെ അവനെ വിളിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് അവന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോ ഈ കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് ദൈവാനുഭവം വന്ന് നിറഞ്ഞില്ലേ? നമ്മൾ ദൈവത്തിന്റെ സ്നേഹവും ചൈതന്യവും ഹൃദയത്തിൽ പേറിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിലാവട്ടെ, നമ്മുടെ ജീവിത പങ്കാളിക്കാവട്ടെ, നമ്മുടെ മാതാപിതാക്കൾക്കാവട്ടെ, മക്കൾക്കാവട്ടെ, ആർക്കുമാവട്ടെ, നമ്മുടെ ശത്രുക്കൾക്ക് പോലും, നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് പോലും ഇത്തിരി സ്നേഹവും കരുതലും കൊടുത്താൽ ദൈവിക സ്നേഹം അത്ഭുതം പ്രവർത്തിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് മറിയം നമുക്ക് മാതൃക നൽകുക. അമ്മയുടെ ശരാശരി മാനുഷികമായ സ്നേഹവികാരങ്ങൾ ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ അവൾ അത്ഭുതം സൃഷ്ടിക്കുന്നവളായി മാറിയെങ്കിൽ ഈ അമ്മയുടെ അടുത്തേക്ക് ചെന്ന്, അമ്മേ മാതാവേ, അമ്മയെപ്പോലൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സാധാരണ ജീവിതത്തെ അസാധാരണമാക്കി മാറ്റട്ടെ. നമ്മുടെ ശരാശരി പുണ്യങ്ങളെ, ദൈവസ്നേഹത്തെ, ദൈവമഹത്വത്തെ വർദ്ധിപ്പിക്കുന്ന പുണ്യമായി നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ, ഇല്ലായ്മകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. അമ്മ നമ്മുടെ കൂട്ടായി, തുണയായി, മാതൃകയായി കൂടെ ഉണ്ടാവും. അമ്മ നമ്മെ പ്രാർത്ഥിച്ച് സഹായിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.